ക്രിസ്മസ് ആയിട്ട് വീട്ടിൽ അങ്ങനെ വെറുതെ ഇരിക്കണ്ട. ഞങ്ങളുടെ നിയറസ്റ്റ് കുറേ ബീച്ച് ഫെസ്റ്റിവലുകൾ നടക്കുന്നുണ്ട്. ഒരു ബീച്ചിലേക്ക് അങ്ങോട്ട് പോകാൻ നിരിച്ചു. ഞാനും കീത്തു ചേച്ചിയും എൻ്റെ അമ്മയൊക്കെ പഠിച്ച സ്കൂളാണ് കേട്ടോ അത്. ഒരു ന്യൂസ്റ്റൊക്കെ വരും അതിലേ ഇങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത്. കാറ് പാർക്ക് ചെയ്തിട്ട് കുറേ കാട്ടിലൂടെയും പറമ്പിലൂടെയൊക്കെയാണ് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തിയത്. ഞാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വന്നിരുന്നെങ്കിലും നമ്മുടെ പിള്ളേർ ഒന്നും കൂടെ ചെറിയോറ്റങ്ങളായതുകൊണ്ട് അവരൊക്കെ തന്നെ വെച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കൂടുതലും ബാക്കിയുള്ള കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു. അമ്മ വീട്ടിൽ നിന്ന് പോരുമ്പോഴേ പിള്ളേരോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് മണ്ണിൽ മണ്ണപ്പം ചുട്ട് കളിക്കാനിട്ട പിള്ളേരെന്ന്. അവരവിടെ നിന്ന് കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. കാശിക്കുട്ടൻ ഒരു കുതിരക്കുട്ടനെ കാണിച്ചപ്പോൾ എനിക്ക് എന്തോ അതിൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു വിഷമം വന്നിട്ടോ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ തോന്നി. പിന്നെ ഇടയ്ക്ക് നല്ല ചൂടുള്ള കപ്പലണ്ടി മേടിച്ച് ഞാൻ സൺസെറ്റും കണ്ടിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് വൈകിട്ട് അവിടെ ഗാനമേള ഉണ്ടായിരുന്നു. അമ്മ ഒരു കുഴി കുഴിച്ചിട്ട് എൻ്റെ മക്കൾ അതിൽ കെടുത്തിരിക്കുകയാണ് ഗൈസ്. അമ്മമ്മ വൈബല്ലേ. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലായിടത്തുനിന്നും മേടിക്കുമ്പോൾ ഒരേ ടേസ്റ്റ് കിട്ടണമെന്നില്ല. അതും കഴിച്ചു. പിന്നെ കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കണ്ടതും കേട്ടതും എല്ലാം വാരി തിന്നായിരുന്നു കേട്ടോ. ഈ ഒരു ചോക്ലേറ്റിൻ്റെ സാധനം കൊദ്യം തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബൈറ്റ് പോലും എനിക്ക് കിട്ടിയില്ല ഗൈസ്. എൻ്റെ മക്കൾ തിന്ന് തീർത്തു. എനിക്ക് വിഷമം വന്നു. ഞാൻ ഈ പറയണ കേട്ടിട്ടായിരിക്കണം അവസാനത്തെ ഒരു തുണ്ട് അവൻ എൻ്റെ വായി വെച്ചു. ഇനിയിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ബൺ മസ്ക് ഉണ്ടല്ലോ, മസ്ക അങ്ങനെ തന്നെയല്ലേ, അത് മേടിച്ച് കഴിച്ചായിരുന്നു. എൻ്റെ എല്ലാ പുതിയും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ കഴിമ്പ്രം ബീച്ചിൽ സ്ഥിരമായിട്ടുള്ളൊരു കടയുണ്ട്. അത് ഞാൻ തപ്പി നടന്നപ്പോൾ ഇപ്പോഴാണ് കിട്ടിയത്. ഇവിടെ നല്ല പാനിപ്പൂരിയും ഈ ഒരു പൊട്ടാറ്റോയുടെ ഈ സാധനം നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഇവിടെ വെച്ചിട്ടായിരുന്നു. പണ്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന ആൾക്കാർ ജസ്റ്റ് ഇവിടെ കയറി കഴിച്ചു. നമ്മൾ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള കടയാണ് കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഡിസ്കൗണ്ട് കിട്ടുന്നതൊക്കെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് പോയി നോക്ക്. പിന്നെ കുറച്ച് കളിപ്പാട്ടം മേടിച്ചിട്ട് നമ്മൾ ഒരു മാങ്ങയും കഴിച്ച് എൻ്റെ വയറ് ഫുള്ളാണ് കേട്ടോ. വീട്ടിലേക്ക് പോയി. എന്നാൽ ക്രിസ്മസ് ഇങ്ങനെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു.